റീമേക്ക് സുരേഷ് കുമാർ ഞാനായിട്ട് ആദ്യം ചർച്ച ചെയ്യുമ്പോൾ തന്നെ സുരേഷ് കുമാറിൻ്റെ ഒരു മനസ്സിൽ ഇതിനെ ഇങ്ങനൊരു പ്രേക്ഷകർ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു പ്രസൻസ് ഈ സിനിമയ്ക്ക് ഇപ്പോഴും നിലവിലുണ്ടാവുമെന്നാണ് സുരേഷ് വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു. ആക്ച്വലി ഇത് ആദ്യം എന്നോട് പറയുമ്പോൾ ഞാൻ അത്ര കോൺഫിഡൻ്റ് അല്ലായിരുന്നു. ഞാനത് ആദ്യം വളരെ ലൈറ്റായിട്ട് എടുക്കുകയും ലാഘവത്തോടെ എടുത്തിട്ട് സുരേഷ് നമുക്ക് മറ്റെന്തെങ്കിലും ആലോചിച്ചാലോ എന്നൊക്കെ ഇങ്ങനെ കാഷ്വലായിട്ട് പറഞ്ഞു വിട്ടതാണ്. പക്ഷേ സുരേഷ് വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു. അങ്ങനെ സുരേഷ് ഇതിൻ്റെ റൈറ്റ് വാങ്ങിക്കുകയും പപ്പേൻ്റെ വീട്ടിൽ പോവുകയും അതിൻ്റെ റൈറ്റ് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് വളരെ ആക്സിഡൻ്റായിട്ട് ഞാൻ അവിടെ നിന്ന് പപ്പേട്ടൻ്റെ ഒറിജിനലായിട്ടുള്ള ഈ ഹാൻഡ് റിട്ടൺ സ്ക്രിപ്റ്റ് വായിക്കാനിടയായി. ഈ സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴാണ് സത്യത്തിൽ ഈ സ്ക്രിപ്റ്റിൻ്റെ പുറത്ത് വേണമെങ്കിൽ മറ്റൊരു സിനിമ ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നിയത്. ഈ നമ്മൾ ഋതുവേദം എന്നുള്ള സിനിമ കണ്ടിട്ടുള്ള ഇൻസ്പിറേഷനേക്കാൾ കൂടുതൽ ആ സിനിമ നമുക്ക് അങ്ങനെ ബാക്ക് ഓഫ് ദി മൈൻഡ് ഉണ്ടെങ്കിലും ഇത് ഈ തിരക്കഥയ്ക്കകത്തു നിന്ന് മറ്റൊരു തരത്തിൽ ഈ സിനിമയ്ക്കൊരു സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നി. ഞാനത് സുരേഷുമായിട്ട് സംസാരിക്കുകയും അങ്ങനെയാണ് നമ്മളിത് റീമേക്ക് ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. പക്ഷേ ഡെഫിനറ്റായിട്ടും ഇതിനൊരു ടൈറ്റിൽ വാല്യൂ, അതായത് ഈ സിനിമയ്ക്ക് ആ ഒരു കാലഘട്ടത്തിൽ ഒരു കൾട്ട് ഫിലിം പോലെ മലയാള സിനിമയിൽ ഭയങ്കര ഒരു കൾട്ടായിട്ട് മാറിയൊരു സിനിമയായിരുന്നു. ആ സമയത്ത് ഇതിനെ വളരെ ക്രിട്ടിക്കലായിട്ട് പോലും ആൾക്കാർ ഇതിനെ ഭയങ്കരമായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്ത സിനിമയായിരുന്നു. ഈ പപ്പേട്ടനും ഭരതേട്ടൻ്റെയും അവരുടെ ഒരു മെയിൻ സ്ട്രീം സിനിമയിലേക്കുള്ള ഭയങ്കരമായ ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു ഈ സിനിമ. ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് ഒരു ഹാങ് ഓവറായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ പോലും എന്തോ മറിച്ച് മറ്റൊരു സിനിമയ്ക്കുള്ളൊരു സാധ്യത ഇതിനകത്തുണ്ട് എന്ന് നമുക്ക് തോന്നിയിരുന്നു. പപ്പുവിനെ ഞാൻ കൊച്ചുനാളിൽ കുറേ എടുത്തോണ്ട് നടന്നിട്ടുണ്ട്, അറിയാമോ? ഞാൻ കൊച്ചായിരുന്നപ്പോ എൻ്റെ ഒരു പല്ലൊടിഞ്ഞു പോയി. പപ്പുവിന് ഓർമ്മയുണ്ടോ? അന്ന് എനിക്ക് 10 വയസ്സ്, പപ്പുവിന് 2. നമ്മളെല്ലാം കൂടെ കുന്നിന്റെ മുകളിൽ അമ്പലത്തിൽ തൊഴാൻ പോയി. എനിക്ക് പപ്പുവിനെ എടുക്കണം. പപ്പുവോ ആരെ കൊണ്ടും എടുക്കാൻ സമ്മതിക്കത്തില്ല. ഒടുവിൻ ഞാൻ തൂക്കിയെടുത്ത് പടി കയറുമ്പോഴുണ്ടല്ലോ, ദാ കിടക്കുന്നു 2 കൂടെ തടുപടാന്ന്. എന്റെ ഒരു പല്ല് ഡിം. അല്ല, അന്നൊക്കെ എന്ത് നല്ല കുട്ടിയായിരുന്നു. അയ്യടാ, പിന്നെ ഉച്ചയ്ക്ക് നേരത്തെ വരണേ. നമ്മളിത് തുടങ്ങുമ്പോൾ പലരും ചോദിച്ചിരുന്നു, ഇന്ന് ഈ വിഷയത്തിനൊരു സാങ്കത്യമുണ്ടോ? ഇന്നത്തെ ചെറുപ്പക്കാർക്കോ അല്ലെങ്കിൽ ഇന്നത്തെ ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള സിനിമ കാണാനുള്ള ഒരു താല്പര്യം ഉണ്ടാവുമോ? പക്ഷേ എനിക്കും സുരേഷിനും തോന്നിയിരുന്നത്, ഇതിനകത്ത് എത്ര കാലം കഴിഞ്ഞാലും ഈ പയ്യൻ്റെയും ഈ സ്ത്രീയുടെയും അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിന് ഏത് ലവ് സ്റ്റോറിയെ പോലെയും ഒരു എവർഗ്രീൻ സ്വഭാവം ആ റിലേഷൻഷിപ്പിനുണ്ടെന്ന് നമുക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയിൽ ഭരതേട്ടൻ്റെ രതിനിർവേദത്തിൽ നിന്ന് വ്യത്യസ്തമായി എന്തുണ്ട് എന്ന് ഈ സിനിമയിൽ ചോദിച്ചാൽ എനിക്ക് പറയാൻ കഴിയുന്ന ഒറ്റ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഒന്ന്, ഇതിന് ആ പയ്യനും ഈ സ്ത്രീയുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്, അവരുടെ അടുപ്പത്തിന്, സ്നേഹത്തിനെ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇതിനകത്ത് അന്ന് കൃഷ്ണചന്ദ്രൻ ഏതാണ്ട് SSLC കഴിഞ്ഞ് നിൽക്കുന്ന പയ്യനായിട്ടായിരുന്നു ആ സിനിമയിൽ. ഞങ്ങളതൊരു പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള പയ്യനാക്കാനുള്ള കാരണം തന്നെ, അപ്പോൾ കുറച്ചുകൂടെ ഒരു അഡോളസൻസ്, ഒരു മാൻഹുഡിലേക്ക് അടുത്ത് നിൽക്കുന്നൊരു പയ്യനാകുമ്പോൾ അവൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന വിചാരങ്ങൾക്കും അവൻ്റെ വികാരങ്ങൾക്കും ഒക്കെ കുറേ കൂടെ ഒരു ക്ലാരിറ്റിയും, അതുപോലെ തന്നെ അത്തരത്തിലൊരു പയ്യനുമായിട്ടുള്ള ഒരു അടുപ്പത്തിനും സ്നേഹത്തിനും അവനേക്കാൾ പ്രായത്തിൽ മുതിർന്ന ഒരു സ്ത്രീക്ക് അവനുമായിട്ടുള്ള ഇൻട്രാക്ഷനിൽ ആ അടുപ്പത്തിന് വേറെ തരത്തിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് തോന്നിയിരുന്നു. എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്. കാര്യം ഞാനിത് വർക്ക് ചെയ്യുമ്പോൾ അത് ഫീൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ആ സിനിമ കണ്ടു കഴിയുമ്പോൾ ഇതിന് ആ പഴയ ഭരതേട്ടൻ ചെയ്ത ഇൻ്റർപ്രട്ടേഷന് അപ്പുറത്ത് അതിനേക്കാൾ ബെറ്റർ എന്നുള്ള അവകാശവാദമല്ല, പക്ഷേ മറ്റൊരു സിനിമയായി പത്മേട്ടൻ്റെ ഈ സ്ക്രിപ്റ്റിനെ അവലംബിച്ചുകൊണ്ട് മറ്റൊരു സിനിമയായിട്ട് ഇതിനെ അവതരിപ്പിക്കാൻ ഉള്ളൊരു ശ്രമമാണ് നമ്മൾ നടത്തിയിരിക്കുന്നത്. വന്നവർക്ക് പെണ്ണിനെ ഇഷ്ടായോ? ഹായ് കാണും. നിങ്ങൾക്ക് അവരിഷ്ടായോ? ആരെ? ആളിനെ. ഇല്ല. ഇഷ്ടമില്ലാത്ത ആളിന്റെ കൂടെ എങ്ങനെ ജീവിക്കും? അങ്ങനെയുള്ള ആളിനെ എങ്ങനെ കല്യാണം കഴിക്കും? ആര് പറഞ്ഞു ഞാൻ അയാളെ കല്യാണം കഴിക്കുമെന്ന്?
ഇല്ലേ? പറ പറ, അയാളെ കല്യാണം കഴിക്കോ? ഇല്ല. വിടാൻ വിടാൻ. വീട്ടിൽ പോടി. എടി വീട്ടിൽ പോവാൻ. കൊഴുത്ത് ജ്വലിച്ച് കാസ്റ്റിംഗ് വളരെ യുനാനിമസ് ആയിരുന്നു. ഞാനും സുരേഷും ഒരേ സമയത്താണ് ഇതിൻ്റെ ഒരു കാസ്റ്റിങ്ങിലേക്ക് വന്നപ്പോൾ ശ്വേതാ മേനോൻ തന്നെയാണെന്ന് പെട്ടെന്ന് എനിക്ക് തോന്നി. ഇതിൽ ശ്വേതാ മേനോനെ ആലോചിക്കാനായിട്ട് ഒറ്റ കാരണം എന്ന് പറഞ്ഞാൽ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, ശ്വേത ഫോർ സോ മെനി ഇയേഴ്സ് ഷീ ഹസ് ഗ്രോൺ ആസ് എ ഫെൻറ്റാസ്റ്റിക് ആക്ടർ. ഒന്ന്. രണ്ട്, വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു ആക്ടറാണ്. അതായത് ഒരു ഇൻഹിബിഷനും ഇല്ലാതെ കഥാപാത്രത്തിനെ കഥാപാത്രമായി തന്നെ കണ്ടുകൊണ്ട് ഒരു ഇൻഹിബിഷനും ഇല്ലാതെ അഭിനയിക്കാൻ കഴിയുന്ന ഒരു ആക്ട്രസ്സാണ്. ഇതിൻ്റെ സബ്ജക്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന ആ ക്ലാരിറ്റിയോടുകൂടി ആ കഥാപാത്രത്തെ പോസിറ്റീവായിട്ട് സമീപിക്കാൻ ശ്വേതയ്ക്ക് കഴിയുമെന്ന് ഞങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ശ്വേത ഈ പടത്തിൽ നന്നായി എന്ന് പറയുന്നതിൻ്റെ മുഖ്യ കാരണം ശ്വേത തന്നെയാണ്. രണ്ടാമത്, ഞാൻ ശ്വേതയായിട്ട് ഈ സിനിമയെപ്പറ്റി പറയുമ്പോൾ ആദ്യം മുതൽ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം, ആദ്യത്തെ രചനത്തിൽ നിന്നുള്ള ഇതിൻ്റെ വ്യത്യാസം എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് തന്നെ, ഈ കഥാപാത്രത്തിന് അവരറിയാതെ ഈ സംഭവിച്ചു പോകുന്ന ഈ ഒരു തരം അടുപ്പം, സ്നേഹം, അതിനെ വളരെ സട്ടിലായിട്ട് അതിനെ അറിയുകയും ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് അത്തരം ഒരു ബന്ധത്തെ അവരറിഞ്ഞോ അറിയാതെയോ എവിടെയൊക്കെയോ അവർ സ്വീകരിക്കുകയും എവിടെയൊക്കെയോ സൊസൈറ്റി, സമൂഹത്തെ പേടിച്ച് അതിനെ അകറ്റി നിർത്തുകയൊക്കെ ചെയ്തിട്ട് ഒരു ഘട്ടത്തിൽ അവരുടെ ശരിക്കുമുള്ള ഒരു മനസ്സ് ആ പയ്യനോട് തുറക്കുക എന്ന തരത്തിലൊരു ക്യാരക്ടറിൻ്റെ ഒരു ഫോർമേഷനാണ് ഞാൻ അവരോട് ഈ കഥയിൽ പറഞ്ഞിരുന്നത്. അത് ഒരു ഡയറക്ടോറിയലി എത്രമാത്രം സൂക്ഷിക്കാമെങ്കിലും ഒരു ആക്ടർ വളരെ കൃത്യമായി അത് മാനസികമായി സിനിമയുമായി സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് അത് പൂർണ്ണമായി ആ കഥാപാത്രത്തിന് ഒരു പൂർണ്ണത ഉണ്ടാവുകയുള്ളൂ. അത് ശ്വേതാ മേനോൻ ഈ സിനിമയിൽ അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അവരെ എന്തുകൊണ്ട് ഒരു രതിച്ചേച്ചിയായി മറ്റൊരു തരം ഇംപ്രഷൻ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ കഥാപാത്രത്തെ അവർക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നട്ടുച്ചയ്ക്ക് വീട്ടിൽ കള്ളം കയറിയ പോലും അറിയില്ലല്ലോ. രജിച്ചേച്ചിയുടെ അമ്മ എവിടെ പോയി? ഇവിടെ ഉണ്ടായിരുന്നു. കുളിക്കാൻ പോയി കാണും. എന്താ ഇപ്പോ? എൻ്റെ അമ്മ പറഞ്ഞു വീട്ടിലേക്കൊന്ന് വിളിച്ചോണ്ട് ചെല്ലാൻ. ആരെ? നിങ്ങളെയല്ല, രജിച്ചേച്ചിയുടെ അമ്മയെ. എന്തിനാ? അത് അവിടെ എന്തോ വിശേഷമുണ്ട്. വിശേഷോ? ആ, ഒരു വിശേഷമുണ്ട്. എന്താ അത്ര വലിയ വിശേഷം? ശാന്തിയില്ലേ, ആ നമ്മുടെ ശാന്തി. 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 വേഗം പറ പപ്പു. ഞാൻ ചെവിയിൽ പറഞ്ഞുതരാം. ശാന്തിയില്ലേ, ശാന്തിക്ക് ശാന്തി ഒരു വിശേഷം.